രോഗാവസ്ഥ അല്ലെ, വൈകാരിക രോഗാവസ്ഥയാണ്. അതേപോലെ തന്നെ ഒരു എന്നാലും ഇനി വരുന്ന എക്സ്പോർട്ടിങ് കുറെ ഇൻസിഡൻസ് ഉണ്ട്. അതില് നിർബന്ധമായും ഒരു മലയാളി ന്യൂസ് ഉണ്ടാവും. എഗ്രി? സമ്മതിക്കില്ലേ? ഓക്കെ, ദാറ്റ് ഈസ് ദ ഫ്യൂച്ചർ ബോസ്. ഓക്കെ, പിന്നെ എക്കണോമിക് പവർ അല്ലേ? എക്കണോമിക് പവർ എന്ന് വെച്ചാൽ നമ്മളിപ്പം നമ്മുടെ ഹാൻഡ് വാഷിംഗ് മുതൽ തുടങ്ങുകയാണ്. നമ്മൾ വി ലൂസ് മണി അല്ലേ, വി ലൂസ് ലൈഫ്. അപ്പോൾ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് അപ്രോച്ച് ചെയ്തിട്ടില്ലെങ്കിൽ ഇൻഫെക്ഷൻ, ആസ്പിറേഷൻ, ന്യൂമോണിയ ഒക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അതിപ്പോൾ അന്ന് റാപ്പൊക്കെ അടിച്ച് തലയെ കൈവച്ച് ഉള്ള ആർമമെന്റോറ് മൊത്തം ഫോളോ ചെയ്തിട്ട് DIC അടിച്ച് ആൾക്കാർ പോകുന്നതിന് മുന്നേ നമ്മൾ ചെയ്യണം. അവിടെ നിന്നുകൊണ്ട് നമ്മൾ കുറച്ച് ആൾക്കാർക്ക് ട്രെയിനിങ്സ്, എഡ്യൂക്കേഷനൊക്കെ തന്നിട്ട് ഒരു 8ഓളം ആൾക്കാരെ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറായിരുന്നു. അപ്പോൾ അന്ന് 8 വയസ്സുള്ള ഒരു കുട്ടി, 3 കുട്ടി വീണ്ടും വന്നു. ഓക്കെ, അപ്പോൾ ഹോസ്പിറ്റലിലുള്ള എമർജൻസിയിൽ നമ്മൾ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഇറ്റ് ടു ഹാവ് നോ ടൈം. എന്ത് ചെയ്യണം? അഗൈൻ നീഡിൽ. അപ്പോൾ ഞാൻ സിസ്റ്ററോട് ഞാനൊരു മണ്ടടിച്ചിട്ട് പേഷ്യന്റ് സിങ്ക് ചെയ്യണം, പൾസ് കിട്ടുന്നില്ല, നീലൊക്കെ നമുക്ക് അടിക്കാം, വെറും ട്രോളിയിൽ മാത്രമാണ് പേഷ്യന്റ് ഉള്ളത്. അപ്പോൾ സിസ്റ്ററോട് ഞാൻ പറഞ്ഞു, സിസ്റ്റർ കാനുല എന്ന് പറയുമ്പോൾ അവർ കൃത്യമായ സൈസിലുള്ള ഗ്രാ ക്യാൻ കൊണ്ടു സെക്കൻഡ് സ്പേസിൽ നീഡിൽ കിട്ടും. അപ്പോൾ നമുക്ക് ഇത് കിട്ടി, സമയം കിട്ടി അല്ലേ? സമയമാണ് നമ്മൾ പഠിക്കണം. ഓക്കെ, സമയമാണ് നമ്മൾ പഠിക്കണം. ചെറുപ്പക്കാരോടാണ് ഞാൻ പറയുന്നത്, സമയം വാങ്ങുക എന്നുള്ളത് വലിയൊരു സംഭവമാണ്. നമുക്കറിയില്ലെങ്കിലോ എന്ത് ചെയ്യാം? നമുക്ക് അലാം ഇടാം അല്ലേ? കോൾ ഫോർ ഹെൽപ്പ്. ഇപ്പൊ നമ്മൾ കംപ്രഷൻ ഓൺലി ലൈഫ് സപ്പോർട്ടിന്റെ ആദ്യം എന്താ? സേഫ് സീൻ ആണോ നോക്കുന്നു, പേഷ്യന്റിന്റെ കണ്ടീഷൻ നോക്കുന്നു, പിന്നെ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? കോൾ ഫോർ ഹെൽപ്പ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആവുന്നില്ലെങ്കിലും നമ്മൾ ബാക്കിയുള്ളവരുടെ സഹായം തേടാൻ നമ്മൾ മടിക്കരുതെന്നുള്ളതാണ്. നമ്മുടെ സർജറി PG ആയിട്ടുള്ള ഇന്നത്തെ ഡോക്ടർ പ്രതാപ്